الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم كن في الدنيا كأنك غريب أو عابر سبيل واعلم أمة محمد ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير سعد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم على حبيبك خير يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم على حبيبك خير الخلق كلهم ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എന്നെ കേൾക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഈ മുബാറക്കായ മജ്ലിസ് നമ്മിൽ നിന്ന് പരിപൂർണമായി അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഈ മജ്ലിസിനോട് മുനാസിബായ നിലക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെട്ട അവൻ പൊരുത്തപ്പെട്ട അവൻ തൃപ്തിപ്പെട്ട ഒരു കർമ്മമായി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ റബീഉൽ അവ്വൽ മാസത്തിലെ വെള്ളിയാഴ്ച രാവിലെയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്
എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഒരു രാവാണ്, ഒരു സദസ്സാണ്, ഒരു മാസമാണ്. ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ചൊല്ലിത്തീർക്കേണ്ട ഒരു രാത്രിയാണ് ഇന്നത്തെ ദിവസം. മാത്രമല്ല, രണ്ട് ഹറമൈൻ ഷരീഫേനിയിലും ഒരുപാട് അനുരാഗികൾ റസൂലുള്ളാഹിനോട് സ്വലാത്ത് ചൊല്ലി വിങ്ങിപ്പൊട്ടിയ ഹൃദയവുമായിട്ട് പരിശുദ്ധമായ റൗദയിലേക്ക് കൈയുയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. അവരുടെ ദുആന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഇജാബത്ത് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ നീറുന്ന പ്രശ്നങ്ങളുമായിട്ടാണ് ഇന്നത്തെ രാത്രി മജ്ലിസിലേക്ക് കടന്നു വരുന്നത്. പുറത്ത് പറയാൻ പറ്റിയതും പറ്റാത്തതുമായ ഒരുപാട് ഉദ്ദേശങ്ങൾ അവരുടെ മനസ്സുകളിലൊക്കെ ഉണ്ട്. പടച്ചവനെ, ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ള റബ്ബാണല്ലോ. വബിൽ ഇജാബത്തി ജദീർ, പെട്ടെന്ന് ഉത്തരം നൽകുന്നവനാണല്ലോ. വഅന്ത ഗനിയ്യുൻ അനി തഫ്സീരി വൽ ബയാൻ, നിന്നോട് ചോദിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ ഒരു വിശദീകരണത്തിന്റെയും ആവശ്യം വേണ്ടല്ലോ റബ്ബേ. ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുറാദുകൾ നീ ഹാസിലാക്കണേ റബ്ബേ. വളരെ പ്രത്യേകിച്ച് ഒരു സഹോദരൻ, തന്റെ അമ്മോശങ്കാക്ക ബീബിക്കോയ എന്ന് പറയുന്ന സഹോദരൻ ക്യാൻസർ രോഗമായിട്ട് കരയിലെ ചികിത്സയിലാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അർഹമുർ റഹീമായ റബ്ബേ, രോഗം കൊടുക്കുന്ന റബ്ബ് നീയാണല്ലോ, അത് മാറ്റാനുള്ള കഴിവ് നിനക്ക് തന്നെയാണല്ലോ റഹ്മാനെ. എന്തു തന്നെയാണെങ്കിലും പഠിച്ചവനെ കാമിലായ ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എന്ത് രോഗം തന്നെയാണെങ്കിലും പടച്ചവനെ നീ ആജിലായ ശിഫ നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ, പകർച്ചവ്യാധി രോഗങ്ങളെ തൊട്ട സഹോദരൻ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതമാണ് ആ സഹോദരനുക്ക് ഖൈറെങ്കിൽ നല്ല റാഹത്തോടെ ജീവിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മരണമാണ് ആ സഹോദരനുക്ക് ഖൈറെങ്കിൽ കാമിലായ ഈമാനോടുകൂടിയുള്ള മരണം നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്ന് ഈ മജ്ലിസിലേക്ക് ഈ മുഅ്മിനീങ്ങളും ഈ മുഅ്മിനാത്തുകളുമൊക്കെ അവരുടെ വീടുകളിൽ നിന്ന് എടുത്തു വെച്ച ഓരോ കാൽപാദങ്ങളും നാളെ ഹശ്റിൽ അവരുടെ നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന തുലാസിൽ അവരുടെ ഹസനത്തിന്റെ ഏടുകളിൽ കനമേറെയാക്കാനുള്ള ഒരു കാരണമായി ഇതിനെ നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ആരാണ് മുത്തഖീങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചാണ്. സ്ഥാനത്ത് സംസാരിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ ഈ വിഷയവുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ വേറെ വിഷയങ്ങളിലേക്കൊക്കെ കടന്നുപോയി ഈ വിഷയം കൊണ്ടുവന്നതുപോലെ കൊണ്ടുപോയിട്ട് വെച്ചു. ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ വിഷയം മാത്രം ഒതുങ്ങിയിട്ട് സംസാരിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഓരോരുത്തരെ മുഖത്തേക്ക് നോക്കുകയാണ്. ഇയാള് പിന്നെ പറയാൻ കൊണ്ടുവന്ന വിഷയം ഒന്ന്, ഇന്നലെ പറഞ്ഞ വിഷയം വേറെ ഉണ്ട്. ഇതിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്തറിയോ, ഇതിന്റെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ എവിടേക്കൊക്കെ പോവാന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഏതായാലും അല്ലാഹു തആല നല്ലത് മനസ്സിലാക്കാനും നല്ലത് ചിന്തിക്കാനും അല്ലാഹു തആല നമുക്ക് ബോധം നൽകുമാറാവട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ തഖ്വക്ക് നൽകിയിട്ടുള്ള നിർവചനങ്ങളിൽ വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞ ഒരു നിർവചനമാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. മഹാന്മാരായ അയിമ്മത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഖൗഫു മിനൽ ജലീലി വൽ ഖനാഅതു മിനൽ ഖലീലി വൽ ഇസ്തിഅദാദു മിനർ റഹീലി വൽ അമലു ബിത്തൻസീൽ. തഖ്വയുടെ ഡെഫിനിഷൻ മഹാന്മാരായ ഉലമാ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അൽ ഖൗഫു മിനൽ ജലീലി, ജലീലായ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഒരാളുടെ ഹൃദയത്തെ ഇങ്ങനെ ആവരണം ചെയ്തുകൊണ്ടിരിക്കുക. വൽ അമലു തൻസീൽ, രണ്ടാമതായി കൊണ്ട് പറഞ്ഞത്, ഇന്നലെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടിച്ചു പോവാൻ, പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ചുകൊണ്ട് അമല് ചെയ്യുക. ഒരു അമല് അല്ലാഹു തആല ഖബൂൽ ചെയ്താൽ അതിന്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിവാകുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ വല്ല അടയാളം വെളിവായിട്ടുണ്ടോ? 5 വക്ത് വന്നിട്ട് പള്ളിയിൽ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, വല്ല അടയാളവും എന്റെ അമല് അല്ലാഹു തആല ഖബൂൽ ചെയ്തിട്ടുണ്ട് എന്നതിന് വല്ല അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിവായിട്ടുണ്ടോ? എന്റെ മൊത്തത്തിൽ നോക്കരുത്.
മനസ്സിനോട് ചോദിക്കും, ഹൃദയത്തോട് ചോദിച്ചു നോക്ക്, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് വെളിവായിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളെന്താ ഒന്നും ഉണ്ടാത്ത? ഭക്ഷണം കഴിച്ചിട്ട് വന്നതാ? ഭക്ഷണം കഴിച്ചിട്ട് വന്നതാ? എന്താ ലീക്ക? ഭക്ഷണം കഴിച്ചിട്ട് വന്നതാണോ? ഞാൻ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ്. പറയ്, വല്ല അടയാളങ്ങളും ജീവിതത്തിൽ വെളിവായിട്ടുണ്ടോ? ഇല്ലേ? പിന്നെ നിസ്കരിക്കുന്നതുകൊണ്ട് എന്ത് കാര്യം? വിശ്വാസോ? വല്ല അടയാളങ്ങളും വെളിവാകണമല്ലോ. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട്. ആ അമലുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഖബൂലിയത്തിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുന്നുണ്ട്. അങ്ങനെ അല്ലാഹു തആല ആ അമല് ഖബൂൽ ചെയ്താൽ അതിന്റെ അടയാളം ആ മനുഷ്യന്റെ ജീവിതത്തിൽ വെളിവാകപ്പെടുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്നാമത്തെ അടയാളം എന്താണെന്നറിയോ? ഇന്നത്തെ ളുഹർ ഒരാൾക്ക് ഇന്നത്തെ ളുഹർ നമസ്കാരം ഒരാളുടേത് അല്ലാഹു തആല ഖബൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത അസറിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നുണ്ട്, പടച്ചവനെ എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ടുന്ന അസർ നിസ്കാരത്തിന്റെ ബാങ്കാണല്ലോ വിളിക്കുന്നത്, ഞാനൊന്ന് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കട്ടെ എന്നുള്ള ഒരു ചിന്ത അവന്റെ ഹൃദയത്തിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. ഒന്നാമത്തെ അടയാളം അതാണ്. രണ്ടാമത്തെ അടയാളം അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, പോയിരുന്ന സ്ഥലങ്ങൾ മോശപ്പെട്ട സ്ഥലങ്ങളാണെങ്കിൽ നല്ല നല്ല മജ്‌ലിസുകളിൽ ചെന്നിരിക്കാനുള്ള മനസ്സ് അവനിക്കുണ്ടാകുന്നതാണ്. മൂന്നാമത്തെ അടയാളം പറയുന്നത്, കൂട്ടുകെട്ട് മോശമായിരുന്നെങ്കിൽ നല്ല നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കാനുള്ള മനസ്സുണ്ടാകും. മോശപ്പെട്ട കൂട്ടുകാരെ ഒഴിവാക്കിയിട്ട് നല്ലവരോട് ചെങ്ങാത്തം കൂടാനുള്ള മനസ്സുണ്ടാകും. ഇങ്ങനെയുള്ള വിഭാഗങ്ങളിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇതാണ് ഒരു മനുഷ്യന്റെ അമൽ അല്ലാഹു തആല ഖബൂൽ ചെയ്താൽ അവന്റെ ജീവിതത്തിൽ വെളിവാകുന്ന അടയാളം ഇതൊക്കെയാണ്. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ കുറ്റങ്ങൾ പുറത്ത് അല്ലാഹുവിലേക്കൊന്ന് തിരിച്ചു നടക്കാനുള്ള നല്ല മനസ്സ് നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഏതാവട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ കടക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ചുകൊണ്ട് അമല് ചെയ്യുക. കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക. പള്ളിയുടെ മുറിയിൽ വെച്ചിരിക്കുന്ന 6 കാലുള്ള മയ്യത്ത് കട്ടിലിൽ നമ്മളെ ഇങ്ങനെ ചുമന്നു കൊണ്ടുപോകുമ്പോൾ എല്ലാവരും ആരോഗ്യ ദൃഢഗാത്രന്മാരായ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ അവരുടെ തലയിലേറ്റിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മ ഖബറിൽ കിടക്കാൻ വേണ്ടി ആര് ഒരാള് ഒരുങ്ങിയോ അവൻ മുത്തഖിയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഒരു അവസ്ഥക്ക് വേണ്ടി ആര് ഒരാൾ ഒരുങ്ങിയിട്ടുണ്ടോ? ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഇന്നലകളിൽ ചെയ്തു കൂട്ടിയ തെറ്റുകൾ തിരുത്തി അള്ളാഹ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിക്ക് വഴിപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിത പദ്ധതിയായ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് അമല് ചെയ്യാൻ ആരൊരാൾ ഒരുങ്ങിയോ അവൻ യഥാർത്ഥ മുത്തഖിയാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. മഹ്ബൂമുൽ ഖൽബ് എന്ന വിഭാഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മഹ്ബൂമുൽ ഖൽബുള്ളതായ സഹോദരന്മാരുടെ കൂട്ടത്തിലും സഹോദരിമാരുടെ കൂട്ടത്തിലും ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് മുത്തഖീങ്ങളെ വിഷയം പറയുമ്പോൾ മഹ്മൂമുൽ ഖൽബിന്റെ വിഷയം പറഞ്ഞപ്പോ ഞങ്ങളെ മഹ്മൂമുൽ ഖൽബ് എന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് ആ സ്വഹാബത്തിനത് മനസ്സിലായിട്ടില്ല. മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞത് മനസ്സിലായി. പക്ഷേ മഹ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞത്
മനസ്സിലായില്ല. അവിടുത്തെ പ്രഗത്ഭരായ പ്രതിഭാശാലികളായ സ്വഹാബ പള്ളിക്കൂടത്തിന്റെ കയ്യാല പോലും കയറാൻ അവസരം ലഭിക്കാത്ത ഉമ്മിയായ നബി തങ്ങളോട് ചോദിച്ചു അത്രേ, അയ്യുന്നാസി അഫ്ളലു യാ റസൂലല്ലാഹ്. ആദരവായ നബിയെ, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ആരാണ്? അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? ആ മറുപടിയുടെ ആദ്യ ഭാഗം സരളമാണ്, അവസാന ഭാഗം സങ്കീർണവുമാണ്. മുത്തനബി തങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തു, ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരെന്നല്ലേ? കുല്ലു സദൂഖിൽ ലിസാനിൻ മഹ്മൂമിൽ ഖൽബ്. നാവ് കൊണ്ട് സത്യം പറയുന്നവർ. പിന്നെ ആരാണ് മഹ്മൂമുൽ ഖൽബ്? സ്വഹാബത്തിന് അതിന്റെ ആശയം മനസ്സിലായില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കുല്ലു സദൂഖിൽ ലിസാനിൻ, നാവ് കൊണ്ട് സത്യം പറയുന്നവർ അവരാണ് മഹ്മൂമുൽ ഖൽബ്. പക്ഷേ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. സ്വഹാബത്തിന് അതിന്റെ ആശയം മനസ്സിലായില്ല. അവർ നബിയോട് ചോദിച്ചു അത്രേ, നബിയേ, സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയും, പക്ഷേ മഹ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ആരാണ് നബിയെ? അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തത്, അത്തഖിയുൻ നഖിയു ലാ യഖ്ഫ വലാ ദില്ല വലാ ബഗിയ വലാ ഹസദ. ഹൃദയത്തിന്റെ ഉള്ളിൽ ആരോടും വെറുപ്പില്ലാത്ത, ആരോടും കുശമ്പില്ലാത്ത, ആരോടും അസൂയയില്ലാത്ത, ആരോടും ദമ്പില്ലാത്ത, ആരോടും വൈരാഗ്യമില്ലാത്ത പരമശുദ്ധനായവന് അവനാണ് മഹ്മൂമുൽ ഖൽബ്, അഥവാ യഥാർത്ഥ മുത്തഖി, യഥാർത്ഥ തഖ്വയുള്ളവനെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ചിലരൊക്കെ ഇങ്ങനെ തൂവുന്നുണ്ട്. ഇത്ര നല്ല വിഷയം പറയുമ്പോ എന്തിനാ ഇങ്ങനെ തൂവുന്നത്? എല്ലാ ദിവസവും ഉറക്കിനെ പറ്റിയാണ് പറയുന്നത്. ഇനി ഒരു ദിവസത്തെ വയൽ ഉറക്കിനെ പറ്റിയായിക്കോട്ടെ അല്ലേ? ഒരു ദിവസത്തെ വയൽ മൊത്തം ഉറക്കിന്റെ നല്ല ഇൽമിന്റെ മജ്‌ലിസിൽ കിടന്ന് ഉറങ്ങുന്നതിനെ കുറിച്ച് ആയിക്കോട്ടെ അല്ലേ? കേൾക്കാൻ റെഡിയാണോ? ഏതാവട്ടെ, അല്ലാഹു തആല നമ്മുടെ മനസ്സിൽ ഈമാൻ ഇട്ട് തരട്ടെ. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സാണ്. ഇന്ന് വളരെയധികം നല്ല നിയ്യത്തോടുകൂടെയാണ് നിങ്ങൾ എല്ലാവരും ഈ മജ്‌ലിസിൽ വന്നിരുന്നിട്ടുള്ളത്. ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഓരോരുത്തരുടെ ശരീരത്തിൽ നിന്നും അടിച്ചു വീശുന്ന സുഗന്ധം ഏതാണെന്നറിയോ? ഓരോ മനുഷ്യന്റെയും, ഓരോ മുഅ്മിനിന്റെയും, ഓരോ സ്ത്രീയുടെയും ശരീരത്തിൽ നിന്ന് അടിച്ചു വീശേണ്ട സുഗന്ധം ഏതാണെന്നറിയോ? അൽ-ഖിലാഖുൽ ഹമീദ. നല്ല സ്വഭാവങ്ങളായിരിക്കണം. ഇന്നലെയില്ലാത്ത നല്ല സ്വഭാവം ഇന്ന് നമുക്കുണ്ടാവണം. കാരണം ഇന്നത്തെ രാത്രി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ പ്രഭാത പുലരി സൂര്യ ഉദയം നമുക്ക് ദർശിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് സ്വഹാബ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഗൽഭരായ സ്വഹാബ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തിൽ നിന്ന് നേടിയെടുക്കേണ്ട എല്ലാ കാര്യങ്ങളും അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തിൽ നിന്ന് നേടിയെടുത്തു. തനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അത് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ നിർഗളിക്കുന്ന ചുണ്ടിൽ നിന്ന് ഉതിർന്നു വീണ ഇസ്ലാമിന്റെ പാഠപാഠങ്ങൾ മുഴുവനും അവർ ഹൃദയത്തിന്റെ ഉള്ളിൽ കയറ്റി വച്ചു. മാത്രമല്ല, അവരുടെ ഉസ്താദാകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആലിമായ അല്ലാഹുവിന്റെ റസൂലിനെ അവർ ജീവിതകാലം മുഴുവനും ഖിദ്മത്തെടുത്തു അത്രേ. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സാത്വികനായ സ്വഹാബി വര്യനാണ്. ഒരു ദിവസം റസൂലുള്ളാഹിന്റെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ രാത്രി പോയിട്ട് കിടക്കുകയാണ് റബീഅ. റസൂലുള്ളാഹിന്റെ വിഷയം പറയുമ്പോൾ ഒരു ചരിത്രം പറയാണ് ഞാൻ. ഇതിൽ നിന്ന് പാഠം നമ്മൾ ഉൾക്കൊള്ളണം. വെറുതെ ചരിത്രം കേട്ടിട്ട് ഉസ്താദിന്റെ ശബ്ദം ആസ്വദിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവരുതേ. ഇന്നലെ നമ്മളൊരു ദുആ പറഞ്ഞില്ല, പഠിക്കാൻ പറഞ്ഞില്ല. അതെന്താ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പോ വെറുതെ ഇങ്ങനെ വാല് പറയുന്നതാവും. ഇന്നലെ ഒരു ദുആ പറഞ്ഞില്ലേ? ആ ദുആ എന്നിട്ടാണ്
സ്ഥലത്താണത്രേ മഹാന്മാര് പറയുന്നത്. ആ ദുആ ചെയ്ത് കണ്ണുനീരുറ്റിയ സ്ഥലത്താണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഊത് വൃക്ഷം മുളച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടൊരു ദുആ പറഞ്ഞു തന്നില്ലേ? നിങ്ങൾ എന്താ ഒന്നും വർത്താനം പറയാത്തത്? എന്നോട് പിണക്കാണോ? ഞാനിങ്ങനെ ഓരോരുത്തരെ ഇത് കാണുമ്പോ പറയുന്നതിന് എന്നോട് പിണക്കാണോ? അങ്ങനെയുണ്ടോ? മുമ്പിൽ കാണുന്നതൊക്കെ പറയുന്നതിന് എന്നോട് പിണക്കമാണോ? പിന്നെ എന്താ റാഫി ഒന്നും പറയാത്തത്? റാഫി ഇന്ന് പള്ളിയിൽ വരാന്ന് പറഞ്ഞതാ. ഞാൻ ഇഷാക്ക് നോക്കി. നാളെ ജുമാ തൊട്ട് റാഫി വരും. ആരും റാഫിയെ കുറിച്ച് ഒന്നും പറയരുത് കേട്ടാ. റാഫി പള്ളിയിൽ വന്നോട്ടെ, നിസ്കരിച്ചോട്ടെ, ഏതാവട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. നമ്മളൊക്കെ ഒരുപാട് തെറ്റ് ചെയ്യുന്നവരാ. തെറ്റ് ചെയ്ത് പളുങ്ക് പാത്രം പോലെ തിളങ്ങിക്കിടന്ന നമ്മുടെ ഹൃദയം മുഴുവനും കറുത്തിരുണ്ടുപോയി. ഇതിൽ നിന്ന് ശുദ്ധിയാവണോ? ഈമാനോടുകൂടെ ഈ ദുആ ചെയ്യണം. ആദം നബി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ പിന്നെ ജീവിതകാലം മുഴുവനും ഒരൊറ്റ ദുആ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഈ ദുആ. അല്ലാഹു തആല നമുക്ക് നല്ലത് മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ഏതാവട്ടെ റബീഅ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് രാത്രി ഇങ്ങനെ കിടക്കുകയാണ്. പാതിരാത്രി സമയത്തോട് അടുത്തപ്പോൾ ലോകത്തിന്റെ നേതാവ് തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വീടിന്റെ കതക് തുറന്ന് വീടിന്റെ പുറത്തേക്ക് വന്നിട്ട് വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ സമയത്ത് തന്റെ കാലുകൊണ്ടറിയാതെ പുറത്ത് സ്റ്റെപ്പിന്റെ അടുത്ത് കിടന്നതായ കുലായിൽ കിടന്നതായ റബീഅനെ അറിയാതെ ഒന്ന് ചവിട്ടിപ്പോയി. രാത്രി നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോ ആരോരുമില്ല തന്റെ വീട്ടിന്റെ മുറ്റത്ത്. അവസാനം പാതിരാത്രി തഹജ്ജുദിന് എണീറ്റപ്പോൾ ഉദുവെടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ്. അവസാനം റബീഅനെ അറിയാതെ ഒന്ന് ചവിട്ടിപ്പോയി. റസൂല് പേടിച്ചു പോയി. ആരാണിത്? രാത്രി വന്നെന്റെ വീടിന്റെ പുറത്ത് കിടക്കുന്നത് ആരാണെന്ന് ചോദിച്ചു. ഉറക്കെ ചോദിച്ചു. ഞാനാണെന്ന് പറഞ്ഞു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ദേഷ്യത്തോടുകൂടെ ചോദിച്ചു, എടാ നീ ഞാനാണെന്ന് പറയുന്ന ആൾക്ക് പേരില്ലേ? ഒരു വലിയ പാഠമുണ്ട്. ഇതിൽ നിന്നൊരു വലിയ പാടുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വന്നാല് ആളറിയാതെ വാതിൽ തുറക്കാൻ തന്നെ പാടില്ല. നമ്മളെ നാട്ടിലത്തെ അവസ്ഥ എന്താ? ഒരാൾ ഒരു വീട്ടിലേക്ക് ഇങ്ങനെ പോവാണെങ്കിലോ വാതിൽ തുറന്നെടുക്കാൻ കയറിയിട്ട് ഇങ്ങനെ അടുക്കളയുടെ ഉള്ളിലൂടെ ഇങ്ങനെ പോകും. പെണ്ണുങ്ങൾ കിടക്കായിരിക്കും, ചിലപ്പോൾ തലയിൽ തട്ടുണ്ടാവില്ല, കാരണം ചിലപ്പോൾ ഔറത്ത് വെളിവായിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോവുക തന്നെ അല്ലേ? ഇങ്ങനൊരു സ്വഭാവം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. സത്യത്തിൽ ഒരു വീട്ടിലേക്ക് പോയാൽ എന്താ ചെയ്യേണ്ടത്? ചിലര് പോയിട്ട് വാതിൽ ഇങ്ങനെ സ്വന്തം ഇങ്ങനെ തുറന്നിങ്ങനെ പോകും. തീരെ ഒരു സംസ്കാരമില്ലാത്ത പണിയാണത്, ചെയ്യരുത്. ഒരു വീട്ടിലേക്ക് പോയാൽ ജനലുണ്ടെങ്കിൽ ആ ജനലിന്റെ ഭാഗത്തേക്ക് മെല്ലെ ഒന്ന് തെറ്റി നിൽക്കുക. കാരണം വാതിൽ തുറക്കുമ്പോൾ ചിലപ്പോൾ പെണ്ണിന്റെ തലയിൽ തട്ടുണ്ടാവില്ല, ഔറത്ത് കാണേണ്ടി വരും. അവരെന്താ ചെയ്യുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് ഒരു വീടിന്റെ മുറ്റത്തേക്ക് പോയാൽ തെറ്റി നിന്നിട്ട് അവരെ വിളിക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുക. വാതിൽ തുറന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പറഞ്ഞാലേ കയറേണ്ടതുള്ളൂ. അല്ലാതെ ഒന്നും ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് പോകരുത്. ഇത് വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന്റെ അഥവാ തിരിഞ്ഞല്ലോ അല്ലെ? നമ്മളെ കൂട്ടത്തിലുണ്ടോ അങ്ങനത്തെ ആൾക്കാര്? ഇല്ല അല്ലെ? ഇത്രയും ആളുകൾ പൊതുവേ നല്ലവരാ അല്ലെ? എന്റെ അറിവില് പൊതുവേ നല്ലവരാ. സത്യം പറയാം, ഈ വിത്രയിൽ ഞാൻ വന്നതിന് ശേഷം ഉണ്ടല്ലോ, എനിക്ക് ഇവരെല്ലാവരും നല്ലോണം ഇഷ്ടപ്പെട്ടു. സത്യം, നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം ഇവരെന്താ ചെയ്യുന്നത്? രാവെന്നില്ല പകലെന്നില്ല, ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഓടി നടക്കുക. ചിലരെനിക്ക് മീൻ ചുട്ട് കൊണ്ടുവന്ന് തരിക. ഇതൊക്കെയാണോ ഇഷ്ടപ്പെടാനുള്ള കാരണം? എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത്രയുള്ള ജനങ്ങളെ. പക്ഷെ എന്താ, ചെറിയൊരു പുലിമാരീസ് അതൊക്കെ ശരിപ്പെടുത്തിയാലേ നിങ്ങൾ യഥാർത്ഥ നല്ലവരാ. നിങ്ങൾ നല്ലവരാ. ഞാൻ എപ്പോഴും വയല് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പിത്രാദീപം. അതുകൊണ്ടാണ് യാസിൻ വൈസ് വിളിച്ചപ്പോ പെട്ടെന്നായിട്ട് കയറി വന്നത്. ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോ വിഷയം തന്നെ കിട്ടി. റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നും പോകുമ്പോ തന്നെ ഒരുപാട് വിഷയങ്ങളാണ്.
പെണ്ണുങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കുകയാണെങ്കിൽ ഒരു മൂല്യാര്, ഒരു പാവം മൂല്യാർ ഇങ്ങനെ നടന്നു വരുമ്പോൾ അവർക്ക് എണീക്കാൻ കഴിയുന്നില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ നല്ലവർ അല്ലേ? ഒരു ഉസ്താദ് ഇങ്ങനെ നടന്നു പോകുമ്പോ പോലും പെണ്ണിന് ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീക്കാൻ കഴിയുന്നില്ല. ലജ്ജയില്ല പെണ്ണിന്, ലജ്ജ അടുത്തുകൂടെ പോയിട്ടില്ല. പിന്നെ ചിലര് ഉസ്താദ് ഇങ്ങനെ വരുന്ന കണ്ടാല് അപ്പൊ തിരക്ക് തട്ടിയാണ്. സത്യത്തിൽ എനിക്കാണോ നിങ്ങൾ ആരാധന എടുക്കുന്നത്, അല്ല റബ്ബിനാണോ? സത്യം പറയും. എന്നെ കാണുമ്പോ പെണ്ണിന്റെ മുടി ഔറത്താണ്, പെണ്ണിന്റെ മുടി ഔറത്താണ്. പക്ഷെ എന്നെ ഇങ്ങനെ കാണുമ്പോ ചിലരിങ്ങനെ തട്ടുകയാണ്. സത്യത്തിൽ എന്നെയാണോ നിങ്ങൾ പേടിക്കുന്നത്, റബ്ബിനെയാണോ ഭയപ്പെടുന്നത്? ഇങ്ങനെ ചില കുലുമാലിസുകൾ. അല്ലാതെ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അല്ലാഹു തആല നന്നാവാനുള്ള നല്ല മനസ്സ് നൽകട്ടെ. ആരാണെന്ന് ചോദിച്ചു, ഞാനാണെന്ന് പറഞ്ഞു. ഈ ഞാനാണെന്ന് പറയുന്ന ആൾക്ക് പേരില്ലേ എന്ന് ചോദിച്ചു. ഞാൻ റബിയയാണ് റസൂലേ. എന്റെ റബിയ ഈ രാത്രി സമയത്ത് ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്നത് ഒന്നുമല്ല നബിയെ, പാതിരാത്രി അങ്ങ് തഹജ്ജുദ് നമസ്കരിക്കാൻ എണീക്കുമ്പോൾ അങ്ങേക്ക് വല്ല വെള്ളവും ആവശ്യമുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കിടക്കുന്നത്. അങ്ങക്ക് പരിചരണം നടത്താനാ. അവസാനം എല്ലാ ദിവസവും ഇത് പതിവാക്കി റബിയ രാത്രി തന്റെ ശുഗലുകളൊക്കെ കഴിഞ്ഞാൽ, തന്റെ ആരാധനകൾ മുഴുവനും കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ വീടിന്റെ അടുത്ത് വന്നിട്ടാണ് റബിയ കിടക്കുന്നത്. ഇതിങ്ങനെ പതിവായപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സലിഞ്ഞു പോയി. പ്രിയപ്പെട്ടവരെ, റബീഉൽ അവ്വൽ വന്ന മുതൽ ഈ നൂറുൽ ഹുദാ മദ്രസയിൽ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. ഓരോ ദിവസവും സുബഹ നമസ്കാരത്തിന് വന്നാൽ നമ്മുടെ ചെറുപ്പക്കാർ ഇതിന്റെ പിന്നിൽ ഓടി നടക്കുകയാണ്. ഞാനൊരു പക്ഷേ ആലോചിച്ചു പോയി, പഠിച്ചവനെ നമ്മളിവിടെ ഉറങ്ങുമ്പോഴും അവരിവിടെ ഇതിന്റെ പിന്നിൽ മഹബത്തിന്റെ വിഷയത്തിൽ പഠിച്ചവനെ അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാ. പിന്നെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹം കിട്ടാതിരിക്കുമോ? റബീഅ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ദിവസം റസൂല് വിളിച്ചു ചോദിച്ചു, ഇതങ്ങോട്ട് റസൂലുള്ളാഹിക്ക് ഖിദ്മത്തെടുക്കുന്ന ഈ ഒരു സംഭവം അങ്ങോട്ട് തുടർന്നു പോയപ്പോൾ ലോകത്തിന്റെ നേതാവിന്റെ മനസ്സ് അലിഞ്ഞുപോയി. റബീഅ റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, റബീഅ യാ റബീഅ സല്ലി യാ റബീഅ, എന്ത് വേണമെങ്കിലും ചോദിച്ചോ. ത്തിന് ഭാഗ്യം ലഭിച്ചത് അങ്ങനെയൊക്കെയാണ്. എന്ത് വേണമെങ്കിലും ചോദിച്ചോ റബിയ. ഒരുപാട് ആലോചിച്ചു. നമ്മളെ പോലെ പിന്നെ എടുത്തു ചാടി ഇങ്ങനെ പറയുന്ന ഒരു സ്വഭാവം സ്വഹാബത്തിനില്ല. അവർ ശരിക്കും ആലോചിച്ചു. അവർക്കെന്താ, ദുനിയാവിൽ നിന്നും രക്ഷപ്പെടണം, നാളെ പരലോകത്തിൽ നിന്നും രക്ഷപ്പെടണം. ഇതിനെ പറ്റിയൊരു കാര്യം റബിയ ആലോചിച്ചു. എന്നിട്ട് റസൂലിനോട് പറഞ്ഞു, റസൂലേ, എന്റെ പ്രവാചക, ഒരുപാട് പ്രാവശ്യം ഞാൻ ചിന്തിച്ചു. എനിക്ക് കിട്ടി, നിങ്ങളോട് തരേണ്ട ഉത്തരം എന്താണെന്ന് എനിക്ക് കിട്ടി. എനിക്ക് വേണ്ടത് എന്താണെന്നറിയോ? ഫിൽ ജന്ന. നബിയേ മുഹമ്മദ് നബിയേ, നാളെ പരലോകത്ത് അങ്ങയോടൊപ്പം ഒരു സൗഹൃദ സീറ്റ് അത് തരാൻ കഴിയോ നബിയേ? അപ്പൊ അള്ളാഹു റസൂൽ ചോദിച്ചു, വേറെ ഒന്നും ചോദിക്കാനില്ലേ? അത് അത്ര മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് എന്റെ ചോദ്യം, തരാൻ കഴിയോ നബിയേ? അപ്പൊ റബിയ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ എന്നെ ഒന്ന് സഹായിക്കണം റബിയ, സുജൂദ് അധികരിപ്പിക്കണം റബിയ. ഒരുപാട് അനുഗ്രഹങ്ങൾ നിനക്ക് റബ്ബ് ചെയ്തു തന്നിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമത്തെ നീ അധികരിപ്പിച്ചിട്ട് എന്നെ ഒന്ന് സഹായിക്കണം റബിയ. അങ്ങനെ നീ ചെയ്തു പോയാൽ നാളെ പരലോകത്ത് എന്റെ കൂടെ ഒരു സീറ്റ് നിനക്ക് അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് ഞാൻ വാങ്ങിത്തരുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി.
എല്ലാവരും സമർപ്പിച്ചു. പ്രശ്നം വരുമ്പോ അള്ളാന്റെ റസൂലിന്റെ അടുത്ത് ഓടിപ്പോയിട്ട് പറയും. അതിൽ നിന്ന് അവർക്ക് പരിഹാരം കിട്ടി. അതുകൊണ്ട് എന്റെ വയല് കേൾക്കാൻ ഈ നൂറുൽ ഇസ്ലാം മദ്രസയുടെ മഹത്തായ അങ്കണത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവരെയും കാണിച്ചിട്ട് അമല് ചെയ്യുന്നതിന് പകരം നീ രഹസ്യമായിട്ട് നിന്റെ പ്രൈവറ്റ് റൂമിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഒറ്റക്കിരുന്നിട്ട് സ്വലാത്ത് ചൊല്ലി നീ ഹദിയ ചെയ്യൂ. രാത്രി നിന്റെ അടുത്തേക്കും ഒരു പക്ഷേ വന്നേക്കാം. അനുയായികളുടെ ചലനങ്ങൾ അറിഞ്ഞ് ഇടപെടുന്ന നേതാവ് സ്വഹാബത്ത് അവരുടെ ജീവൻ പോലും സമർപ്പണം നടത്തിയപ്പോൾ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാന്റെ റസൂല് മുന്നിലാണ്. അതുകൊണ്ടല്ലേ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഖസീദത്തുൽ ബുർദയിൽ പറഞ്ഞത്, ഞാനിവിടെ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞു, വമുൻദു അൽസംതു അഫ്കാരി മദാഇഹു വജദ്തുഹു ലിഖലാസി ഖൈറ മുൽതസിമി. എന്റെ ചിന്താവീതികൾ എന്ന് മുതൽ പ്രവാചക പ്രഭുവിന്റെ പ്രകീർത്തനങ്ങൾക്ക് വേണ്ടി ഞാൻ വിനിയോഗിച്ചുവോ, വജദ്തുഹു ലിഖലാസി ഖൈറ മുൽതസിമി. അന്ന് മുതൽ എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്റെ ഹബീബ് മുന്നിലാ. റസൂലിനെ പിടിക്കലല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലില്ല. അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതോടൊപ്പം അള്ളാന്റെ റസൂലിനെയും പിടിക്കണം. ഇല്ലാതെ സ്വർഗത്ത് കടക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കില്ല. മഹാനായ ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വളരെ പാവപ്പെട്ട സ്വഹാബിയാ. ഉഹദ് യുദ്ധം നടന്നിട്ട് വാപ്പ ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോ വാപ്പക്ക് ഒരുപാട് കടങ്ങളുണ്ട്. നമ്മുടെ കൂട്ടത്തിലും ഒരുപാട് കടമുള്ളവരുണ്ടാവാം. പൈസ വാങ്ങിയിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല, വിഷമിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവാം. ശരിക്ക് ശ്രദ്ധിച്ചോളി. ഉഹദ് യുദ്ധത്തിൽ അബ്ദുള്ള വഫാത്തായപ്പോ വാപ്പക്ക് ഒരുപാട് കടമുണ്ട്. അതൊക്കെ ജാബിർ ബിൻ അബ്ദില്ലാന്റെ ജാബിർ റളിയല്ലാഹുവിന്റെ തലയിൽ വന്നു. അവസാനം കടക്കാരൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. എല്ലാരും അടങ്ങാറാക്കാൻ തുടങ്ങി. എന്റെ വാപ്പ ഞങ്ങൾക്ക് ഒരുപാട് കടം തരാനുണ്ട്, നീ വീട്ടണമെന്ന് പറഞ്ഞിട്ട് ആളുകൾ വല്ലാതെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോ സഹിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ജാബിർ റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് പോയിട്ട് ഇലാ ഹളറത്ത് റസൂലില്ലാഹ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ മുമ്പിൽ പോയിട്ട് തുറക്കത്തു ബാബ റസൂലില്ലാഹ്. രാത്രി പോയിട്ട് റസൂലുള്ളാഹിന്റെ വീടിന്റെ കതക് മുട്ടുകയാ. രാത്രി വാതിൽ മുട്ടിയതിനാണ് തുറക്ക എന്ന പേര് ഉപയോഗിക്കുക. രാത്രി പോയിട്ട് വാതിൽ റസൂലുള്ള ചോദിച്ചു, ആരാണെന്ന് ചോദിച്ചു. ഞാനാണെന്ന് പറഞ്ഞു. ഞാനാണെന്ന് പറയുന്ന ആൾക്ക് പേരില്ല. അന്ന ജാബിർ ബിൻ അബ്ദില്ലാഹ്, ഞാൻ ജാബിറാണെന്ന് പറഞ്ഞു. എന്തേ ജാബിറ ഈ രാത്രി സമയത്ത് ഇങ്ങോട്ട് ഇപ്പൊ കടന്നു വന്നത്? ഒന്നുമല്ല നബിയെ, വാപ്പ അബ്ദുള്ള ഒരുപാട് കടമുണ്ടായിരുന്നു, വീട്ടാൻ ഒരു വയ്യുമില്ല. കുറച്ച് ഈത്തപ്പയത്തിന്റെ മരം മാത്രമേ ഉള്ളൂ എനിക്കുണ്ട് എന്ന് പറയാൻ. മറ്റൊന്നും എനിക്കില്ല. ആളുകളൊക്കെ എന്നെ വന്നിട്ട് ആക്രമിക്കുകയാണ്, ശല്യപ്പെടുത്തുകയാണ്, ഉപദ്രവിക്കുകയാണ്. എന്തുണ്ട് പരിഹാരം? ഒരു പരിഹാരവും പറയാതെ എന്നെ മടക്കി അയക്കല്ല നബിയെ. അനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് അനുയായികളുടെ ചലനങ്ങൾ അറിഞ്ഞ് ഇടപെടുന്ന നേതാവ് പറഞ്ഞു അത്രേ, മോനെ ജാബിറേ, നീ വിഷമിക്കല്ല ജാബിറേ, കരയല്ല ജാബിറേ, നീ ഇപ്പൊ ഏതായാലും നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകൂ. നാളെ ഞാൻ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞിട്ട് നിന്റെ തോട്ടത്തിലേക്ക് വരും. ഞാൻ വരുന്നതിന് മുമ്പ് നിനക്കുള്ള ഈത്തപ്പഴത്തിന്റെ എല്ലാ മരത്തിൽ നിന്നും നീ ഈന്ത മരം മറുത്തിട്ട് ഈത്തപ്പഴം മറുത്തിട്ട് ഒരു ചാക്കിലാക്കിയിട്ട് വെക്കണം ജാബിറേ. ഇതും പറഞ്ഞിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി. ചുരുക്കി പറയട്ടെ, പ്രഭാതം പുലർന്നു. ജാബിർ റളിയല്ലാഹു അൻഹുവും പള്ളിയിലേക്ക് നമസ്കാരത്തിന് പോയി. നമസ്കാരം കഴിഞ്ഞ് സ്വഹാബത്തിന് കൊടുക്കേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്തതിന് ശേഷം അല്ലാഹുവിന്റെ റസൂല് തന്റെ അനുചരനായ ജാബിറിന്റെ കയ്യും പിടിച്ചിട്ട് വരുന്നത് തോട്ടത്തിലേക്കാണ്. നേരെ വന്നു
ജാബിറിന്റെ തോട്ടത്തിലേക്ക്. ജാബിറിനോട് പറഞ്ഞു, ജാബിറേ, നീ കടം കൊടുക്കാനുള്ള, നിന്റെ ഉപ്പ കടം കൊടുക്കാനുള്ള എല്ലാ ആളുകളെയും നീ വരിവരിയായിട്ട് കൊണ്ടുവന്ന് നിർത്തൂ എന്റെ മുന്നിൽ. ജാബിറേ, വരിവരിയായിട്ട് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തൂ. അവസാനം എല്ലാവരും ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ വ സയ്യിദുൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ